വെൽക്കം ബാക്ക് റിയാക്ഷൻ റൂട്ടിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് ഏവർക്കും സ്വാഗതം. 1997 റിലീസായിട്ടുള്ള സൂപ്പർ ഹിറ്റ് മലയാള ചിത്രമാണ് ലേലം. ലേലം എന്ന സിനിമയിലെ ഒരു സൂപ്പർ സീനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകാം. സോമൻ, സത്താർ, KPSC അസീസ്, സാദിഖ്, ജഗന്നാഥ് വർമ്മ. ആർക്കും ചോദിക്കാം, ഒരു ബിഷപ്പിന് എന്താണോ കള്ളു കച്ചവടത്തിൽ കാര്യം അല്ലേ മിസ്റ്റർ പാപ്പിച്ചൻ? അല്ല, അതിപ്പോ തിരുമേനി കൊല്ലം തുളസി. എന്നാലൊരു പക്ഷെ പറഞ്ഞു വരുമ്പോൾ സമ്പന്നരായ മദ്യവ്യാപാരികൾ പലരും സഭാവിശ്വാസികളാണ്, അല്ലേ മിസ്റ്റർ മത്തച്ചൻ? അതെ. അങ്ങനെ നോക്കുമ്പോ മദ്യവ്യാപാരം നമുക്കൊരു സഭാവിഷയമാണ്. എന്താണോ മദ്യവ്യാപാരം സഭാവിഷയമാണ്. നസ്രാണികളാണ് ഫുള്ള് മദ്യവ്യാപാരത്തിലുള്ളത്. ചേട്ടന്റെ അഭിപ്രായം തന്നെയാണോ? ആമേ. അപ്പൊ പിന്നെ ഈ പാവപ്പെട്ട തിരുമേനിക്കും കള്ളു കച്ചവടത്തില് ഇടപെടാൻ വേണ്ട. മെത്രാച്ചന്മാരെ കാണുമ്പോ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഇല്ല കുടി. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് കേട്ടില്ല മിസ്റ്റർ ഈപ്പച്ചൻ. ഈ പച്ചൻ തനിച്ച്, മറുഭാഗത്ത് കുന്നേൽ മത്തച്ഛനും കടയാടിക്കാരും. കുന്നേൽ കടയാടി ബേബി. രണ്ടു കൂട്ടരും കൂടെ ഈ മധ്യമേഖലയിൽ കിടന്നിങ്ങനെ വെറുതെ തമ്മിലടിക്കുന്നു. ഈ വന്ന കാലമെല്ലാം ജയിച്ചത് മുഴുവൻ ഈ പച്ചൻ. ഇവരും കടയാടിയും ഒക്കെ എന്നും തോറ്റു വന്നിട്ടേ ഉള്ളൂ. എന്നാൽ ഇത്തവണ ഇവരും തീർത്താൻ തീരാത്ത വാശിയിലാണ് ഈ പച്ചൻ ഇത്തവണ കൂടെ ലേലത്തിന് ഇറങ്ങിയാൽ അതിനെന്ത് വില കൊടുത്താലും ശരി, കൊമ്പ് കുത്തിക്കുന്ന പ്രതിജ്ഞ ഇവര്. സോ വെറുതെ കൊല്ലിനും കൊലയ്ക്കും നിൽക്കാതെ വേണ്ടി വന്ന അതും കൂടി ചെയ്യും ഞങ്ങള്. കേട്ടില്ലേ? വല്ലാത്തൊരു ചോരത്തിളപ്പിലാ പിള്ളേര്. 10-40 കൊല്ലം ഈ മധ്യ തിരുവിതാംകൂറുള്ള റേഞ്ചുകൾ മുഴുവൻ അടക്കി പിടിച്ചിട്ടും മതി തീർന്നില്ലേ ഇപ്പച്ചൻ? ഇനി അതങ്ങ് മതിയാക്കണം. ഇവർക്കും ഒരു അവസരം കിട്ടട്ടെ. ഈ സഭയുടെ തന്നെ കുഞ്ഞാടുകളിലെ വരും കള്ളു കച്ചവടത്തിന് ചർച്ച. ഒറ്റപ്ലാമൂട്ടി ശോശ, കുന്നൽ ഔതക്കുട്ടി. അടിപൊളി പേരുകൾ കേട്ടോ. കുന്നൽ ഔതക്കുട്ടി, കടയാടി ബേബി. ഈ പച്ചൻ സമുദായത്തിൽ രണ്ട് പ്രമാണിമാര് തമ്മിൽ സ്പർദ്ധ വേണ്ടാന്ന് ഞാൻ കരുതിയുള്ളൂ. ഈ കുപ്പായത്തിന്റെ മഹിമ അറിയണമെങ്കിൽ കള്ളും കള്ളച്ചാരവും വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കണ്ട പിച്ചക്കാത്ത് വെച്ചുളമ്പി നാട്ടുകാരുടെ മുമ്പ് എറിഞ്ഞാ പോരാ. ഇവരെയൊക്കെ പല പാരമ്പര്യം വേണം, ജനിസ് വേണം, കുടുംബ മഹത്വം വേണം, കുറഞ്ഞ പക്ഷം കുറച്ച് അക്ഷരാഭ്യാസമെങ്കിലും വേണം. You are but too irreverent and outspoken. outspoken. എന്താ എന്റെ അപ്പൻ കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. കഴിമരത്തെന്ന് അപ്പന്റെ ശവമിറക്കി ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അന്ന് എന്റെ 10ാമത്തെ പിറന്നാളാ. വനമ്പായ പൊതിഞ്ഞു കെട്ടി 3ാം പക്കം എന്റെ അപ്പനെ പള്ളി വെച്ചിട്ടുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളക്കുവാ തിരുവേനി. എന്റെ ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിന്ന് വായുന്നു. അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായമിട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ചാറ്റിയത് എടുത്ത് തെമ്മാടിക്കുഴി കൊണ്ട് തള്ളിക്കോളാൻ. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പം തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കേറി നടക്കുന്നവരുടെ പദവളത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്നതാടാ നീ തലകുലിക്കല്ലോ. ബഹുമാനക്കുറവ്. ശരിയാ. ആ പിന്നെ കള്ള് വിറ്റ് പിച്ചക്കാരെ തീറ്റുന്ന കാര്യം, അതും ഒരു കഥയാണ്. 11ാമത്തെ വയസ്സിൽ അപ്പം കിടക്കുന്ന എന്റെ ഇടതുഭാഗത്ത് അമ്മച്ചിയും കൂടെ കുഴിച്ചു മൂടിയിട്ട് നീനച്ചിലാറ് നീന്തി കയറി കാട്ടില് കള്ളക്കാച്ച് തുടങ്ങുമ്പോ കാശ് നമ്മള് പള്ളിയും പട്ടക്കാരും ഒന്നും അല്ല, അങ്ങാടി തെണ്ടിപ്പെറുക്കി നടന്ന ഒരു തള്ളയാ, ഒരു മുഴു പ്രാന്തി. അതിന്റെ സ്മരണയില പിതാവേ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇപ്പോഴും അന്നദാനം. കഴിഞ്ഞില്ല, ഇനിയുണ്ട് പാരമ്പര്യം. എന്റെ അപ്പൻ സായിപ്പിനെ കൊന്നിട്ട് കഴുകുമരത്തെ കയറുന്ന കാലത്ത്
ഈ നിൽക്കുന്ന കുടുംബമയവക്കാരൻ കുന്നേമത്തച്ഛന്റെ അപ്പനും പെമ്പിളയ്ക്കും കുന്നേൽ ബ്രഹ്മം മത്തച്ഛൻ. സാഹിബിന്റെ ബംഗ്ലാവിലാ പണി. പണിയെന്ന് വെച്ചാല് സാഹിബിനെ കുളിപ്പിക്കണം, പേടിപ്പിക്കണം, കിടക്ക കുടഞ്ഞു വിരിച്ച് കിടത്തണം. പിന്നെ മിണ്ടിപ്പോരുത്. തിരുവേനി കണ്ടു കാണും. ഇവന്റെ താഴെ ഉള്ളതുങ്ങളുണ്ടല്ലോ കൂടപ്പുറപ്പുകള്, നാലിന്റെയും തൊലി വെളുകളാന്നാ. പിന്നെ പൂച്ചയുടെ ജാതി കാണും. ജനസിന്റെ കോണം. നിന്റെ അപ്പനല്ലടാ, അപ്പന്റെ അപ്പം കൂട്ടിക്കൊടുത്ത കഥയാ ഞാനീ പറയുന്നത്. നെല്ല് പിതാവേ, ഏതാ തിരുവേനി നല്ല കൊതുകുണ്ട്. ഔട്ട്പോക്കൻ എന്നതാ? ഔട്ട് സ്പോക്കൺ. പോക്കൺ അല്ലടാ, സ്പോക്കൺ, ഔട്ട്സ്പോക്കൺ. അത് തന്നെ. അതിന്റെ കുറവ് ഇപ്പം സഹിച്ചോളാം കേട്ടോ തിരുവേനി. കർത്താവിന്റെ കാര്യത്തിലും അതെ, കള്ള് കച്ചവടത്തിലും അതെ. എനിക്കൊരു മെത്രാച്ചന്റെ ഇടതന്നെ വേണ്ട. മനസ്സിൽ വെച്ചോ തിരുവേനി, ഐ ആം ഔട്ട് സ്പോക്കൺ. ആടാ 1997 ഈ സിനിമ റിലീസായിട്ടുള്ളത്. നമ്മുടെ സുരേഷ് ഗോപിയാണ് ചിത്രത്തിലെ നായകന്. സുരേഷ് ഗോപിയുടെ അപ്പനായിട്ടാണ് ഇതിൽ നമ്മുടെ MG സോമൻ അഭിനയിച്ചിട്ടുള്ളത്. MG സോമൻ്റെ ഒരു തകർപ്പൻ, എന്താ മാസ് എന്നൊക്കെ പറഞ്ഞ പോലെ, മാസ്ക ബാബ്, അതുപോലത്തെ ഒരു ഐറ്റം ഡയലോഗ് സീനായിരുന്നു. രഞ്ജി പണിക്കറാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ രഞ്ജി പണിക്കറുടെ ഒരു പടത്തിലെ എല്ലാത്തിലും ഉണ്ടാവും ഇതുപോലത്തെ കിടുക്കാച്ചി, അല്ല കടുങ്കട്ടി വാക്കുകളുള്ള നല്ല അടിപൊളി കിടിലൻ ഡയലോഗ്സൊക്കെ. ദിക്കിങ് കമ്മീഷണറൊക്കെ കണ്ടാൽ അറിയാം, നല്ല അടിപൊളി കിടിലൻ ഡയലോഗ് കൊണ്ട് സമ്പന്നമായിരിക്കും രഞ്ജി പണിക്കർ തിരക്കഥകളുള്ള സിനിമകൾ. അതുപോലെ ജോഷിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു.